നെക്സ്റ്റ് ക്വസ്റ്റ്യൻ പറയുന്നത് കൺസിഡർ എ കരിയർ സിഗ്നൽ വിച്ച് ഈസ് ആംപ്ലിറ്റ്യൂഡ് മോഡുലേറ്റഡ് ബൈ എ സിംഗിൾ ടോൺ സൈനസോയിഡൽ മെസ്സേജ് സിഗ്നൽ വിത്ത് എ മോഡുലേഷൻ ഇൻഡെക്സ് 50%. If the carrier and one sideband are suppressed in the modulated signal, the percentage of power saved. ഒരു കരിയർ സിഗ്നൽ എടുത്തു, ഓക്കെ, അതിനെ ആംപ്ലിറ്റ്യൂഡ് മോഡുലേറ്റ് ചെയ്യുന്നുണ്ട്. ഓക്കെ, മോഡുലേറ്റ് ചെയ്യുന്നത് സിംഗിൾ ടോൺ മെസ്സേജ് വെച്ചിട്ടാണ്, ഒറ്റ ഫ്രീക്വൻസിയുള്ള മെസ്സേജ് സിഗ്നൽ. മോഡുലേഷൻ ഇൻഡെക്സ് തന്നിട്ടുണ്ട്. ഇനി എന്താ സംഭവിക്കുന്നത്? അപ്പോൾ അത്രയും പറഞ്ഞ കാര്യങ്ങൾ നമുക്കൊന്ന് എഴുതി നോക്കാം. അതായത് ഒരു മോഡുലേഷൻ നടക്കുന്നുണ്ട്, അപ്പോൾ ഒരു എസ് ഓഫ് ടി കിട്ടുന്നുണ്ട് അല്ലേ. ഒരു കരിയർ സിഗ്നൽ ഉണ്ട്, കരിയർ സിഗ്നൽ ഉണ്ടായിക്കോട്ടെ, എ സി കോസ് 2π FCT എന്ന് പറയുന്ന ഒരു കരിയർ സിഗ്നൽ ഉണ്ട്. അത് ഒരു മെസ്സേജിനെ ഒരു മെസ്സേജ് ഉപയോഗിച്ച് അതിനെ മോഡുലേറ്റ് ചെയ്യുകയാണ്. ഓക്കെ, അപ്പോൾ ആംപ്ലിറ്റ്യൂഡ് മോഡുലേഷൻ ആണ്. അപ്പോൾ സ്റ്റാൻഡേർഡ് എക്സ്പ്രഷൻ പ്രകാരം നമ്മൾ എന്താണെന്ന് വിചാരിക്കും? എ സി മ്യൂ ഡിവൈഡഡ് ബൈ 2 കോസ് 2π FC പ്ലസ് FM ഇൻറ്റു ടി പ്ലസ് എ സി മ്യൂ ഡിവൈഡഡ് ബൈ 2 കോസ് 2π FC മൈനസ് FM ഇൻറ്റു ടി. ഇതാണ് സ്റ്റാൻഡേർഡ് എക്സ്പ്രഷൻ. അപ്പോൾ ഇതിൽ എന്തൊക്കെയുണ്ട്? സാധാരണ നമ്മൾ പിന്നെ ആംപ്ലിറ്റ്യൂഡ് മോഡുലേഷൻ ചെയ്യുന്ന സമയത്ത് ഒരു കരിയർ ടേം ഉണ്ടാവും, ഒരു അപ്പർ സൈഡ് ബാൻഡ് ഉണ്ടാവും, ഒരു ലോവർ സൈഡ് ബാൻഡ് ഉണ്ടാവും. അപ്പോൾ ഞാൻ പറഞ്ഞു, ഈ സിഗ്നൽ ട്രാൻസ്മിറ്റ് ചെയ്യുമ്പോൾ കരിയർ ട്രാൻസ്മിറ്റ് ചെയ്യാൻ ഒരു പവർ ചിലവാക്കണം, കരിയർ പവർ. രണ്ട് സൈഡ് ബാൻഡ് ട്രാൻസ്മിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പവർ ചിലവാക്കണം, സൈഡ് ബാൻഡ് പവർ. പക്ഷേ ഇൻഫർമേഷൻ ഇരിക്കുന്നത് മെയിനായിട്ട് ഇതില്ല, സൈഡ് ബാൻഡ്സിലാണ്. അപ്പോൾ ശരിക്കും സൈഡ് ബാൻഡ് പവർ ആണ് യൂസ്ഫുൾ ആയിട്ടുള്ള പവർ. പക്ഷേ AM സ്കീം ഉപയോഗിച്ചിട്ട് വെറുതെ അങ്ങനെ സൈഡ് ബാൻഡിന് മാത്രമായിട്ട് ട്രാൻസ്മിറ്റ് ചെയ്യാൻ പറ്റില്ല, കരിയറിനെയും കൂടെ ട്രാൻസ്മിറ്റ് ചെയ്യണം. അതിനൊക്കെ റീസൺസ് ഉണ്ട്. അത് തിയറി സെഷനിൽ ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾ ചിലപ്പോൾ പഠിച്ചിട്ടുണ്ടാവും. അത് നമുക്ക് അതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ക്വസ്റ്റൻസ് വരുമ്പോൾ ഡിസ്കസ് ചെയ്യാം. അല്ലെങ്കിൽ ഈ പ്രോബ്ലം ഡിസ്കഷൻ വളരെ ലെങ്തി ആയിട്ട് പോകും. അപ്പോൾ യൂസ്ഫുൾ ആയിട്ടുള്ള പവർ എന്ന് പറയുന്നത് സൈഡ് ബാൻഡ് പവർ ആണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നത്. പക്ഷേ ഇനി അങ്ങോട്ടാണ് ട്വിസ്റ്റ്. ക്വസ്റ്റനിൽ ട്വിസ്റ്റ് വരുന്നത് ഇവിടെ മുതലാണ്. അതായത് ഇഫ് ദ കരിയർ ആൻഡ് വൺ ഓഫ് ദ സൈഡ് ബാൻഡ്സ് ആർ സപ്രസ്ഡ് ഇൻ ദ മോഡുലേറ്റഡ് സിഗ്നൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഓൾറെഡി പറഞ്ഞു കരിയർ എന്ന് പറയുന്നത് നമുക്ക് ആവശ്യമില്ലാത്തൊരു സിഗ്നലാണ്. കാരണം കരിയർ മോഡുലേറ്റ് ചെയ്യാൻ ഉപയോഗിക്കണം. പക്ഷേ മോഡുലേറ്റഡ് സിഗ്നലിൽ ഇങ്ങനെ ഒരു കരിയർ സിഗ്നലിനെ ട്രാൻസ്മിറ്റ് ചെയ്യേണ്ട ആവശ്യം ശരിക്കുമില്ല. അതാണ് അടുത്ത് പറയുന്നത്. കരിയറും വൺ ഓഫ് ദ സൈഡ് ബാൻഡ്സും സപ്രസ് ചെയ്തു. അപ്പോൾ എന്തുകൊണ്ടാണ് അങ്ങനെ സപ്രസ് ചെയ്യാൻ കാരണം ഇത് അപ്പർ സൈഡ് ബാൻഡ്, ഇത് ലോവർ സൈഡ് ബാൻഡ്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ അപ്പർ സൈഡ് ബാൻഡ്സും ലോവർ സൈഡ് ബാൻഡ്സും സിമിലർ ആണ്. മെസ്സേജിൻ്റെ സെയിം ഇൻഫർമേഷൻസ് ആണ് ഈ രണ്ട് സൈഡ് ബാൻഡ്സിലും ഉള്ളത്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഈ രണ്ട് സൈഡ് ബാൻഡ്സിനെ ട്രാൻസ്മിറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല, ഏതെങ്കിലും ഒരു സൈഡ് ബാൻഡിനെ ട്രാൻസ്മിറ്റ് ചെയ്താൽ മതി. അപ്പോൾ അതാണ് ഇവർ ഇതിൽ ചെയ്തിരിക്കുന്നത്. കരിയറിനെയും ഒരു സൈഡ് ബാൻഡിനെയും സപ്രസ് ചെയ്തു. അങ്ങനെയാണെങ്കിൽ എത്രത്തോളം പവർ ലാഭിക്കും? എന്തായാലും പവർ ലാഭിക്കുക എന്നുള്ള കാര്യം ഉറപ്പാണല്ലോ. കാരണം നമുക്കൊരു മോഡുലേറ്റഡ് സിഗ്നൽ സെൻഡ് ചെയ്യാന്ന് പറഞ്ഞാൽ നമുക്ക് മെസ്സേജ് ആണ് സെൻഡ് ചെയ്യേണ്ടത്, ഇൻഫർമേഷൻ ആണ് സെൻഡ് ചെയ്യേണ്ടത്. പക്ഷേ ഈ ഇൻഫർമേഷൻ ഒറ്റയ്ക്ക് അയക്കാൻ പറ്റാത്തതുകൊണ്ട്, ലോ ഫ്രീക്വൻസി ആയതുകൊണ്ട് കരിയറിനെ കൂട്ടുപിടിച്ചിട്ട് അയക്കുന്നു. അപ്പോൾ തീർച്ചയായിട്ടും പവർ എക്സസ് വേണ്ടി വരും. പക്ഷേ ആ AM ഉപയോഗിച്ച് ട്രാൻസ്മിറ്റ് ചെയ്യുന്ന സമയത്ത് ആവശ്യമില്ലാത്ത കരിയേഴ്സ്, രണ്ട് സൈഡ് ബാൻഡ്സ്, ഇതൊക്കെ ട്രാൻസ്മിറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ പവർ സേവ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് കരിയറിനെ ഒഴിവാക്കാം, ഒരു സൈഡ് ബാൻഡിനെ ഒഴിവാക്കാം. അപ്പോൾ നമുക്ക് വേറൊരു മോഡുലേഷൻ സ്കീമാണ് കിട്ടുക. ദാറ്റ് ഈസ് നോട്ട് സ്റ്റാൻഡേർഡ് AM. അതാണ് ഇപ്പോൾ പറയുന്നത്. അതവിടെ നിൽക്കട്ടെ. അപ്പോൾ ഇതിൽ പറയുന്നത് നമുക്ക് കണ്ടുപിടിക്കുന്നത് എന്താ? പെർസെൻറ്റേജ് പവർ സേവിങ് എത്രയാണെന്നാണ് കണ്ടുപിടിക്കേണ്ടത്. പെർസെൻറ്റേജ് പവർ സേവിങ്. പെർസെൻറ്റേജ് പവർ സേവിങ് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ആദ്യം എന്തറിയണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്രത്തോളം പവർ സേവ് ചെയ്തിട്ടുണ്ട് എന്നറിയണം. ഓക്കെ, അത് ടോട്ടൽ പവർ എത്രയാണ്, ആദ്യം നമ്മൾ എത്ര പവറിൽ സെൻഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഉദ്ദേശിച്ചത് അതറിയണം, ഇൻറ്റു 100. സോ പെർസെൻറ്റേജ് പവർ സേവിങ് ഈസ് ഈക്വൽ ടു പവർ സേവ്ഡ് ഡിവൈഡഡ് ബൈ ടോട്ടൽ പവർ ഇൻറ്റു 100. ഓക്കെ, ഇങ്ങനെയാണ് പെർസെൻറ്റേജ് പവർ സേവിങ് കണ്ടുപിടിക്കാം. അപ്പോൾ എത്രത്തോളം പവർ നമ്മളിവിടെ സേവ് ചെയ്യുന്നുണ്ടാവും അതറിയണമെങ്കിൽ ടോട്ടൽ പവറിൻ്റെ എക്സ്പ്രഷൻ AM വെച്ചിട്ടായിരുന്നല്ലോ ആദ്യം ഉദ്ദേശിച്ചത്. കരിയർ സിഗ്നൽ ആംപ്ലിറ്റ്യൂഡ് മോഡുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഉദ്ദേശിച്ചത്. അപ്പോൾ ആംപ്ലിറ്റ്യൂഡ് മോഡുലേറ്റഡ് സിഗ്നലിൻ്റെ ടോട്ടൽ പവർ എന്ന് പറയുന്നത് എത്ര? PC ഇൻറ്റു 1 പ്ലസ് മ്യൂ സ്ക്വയർ ഡിവൈഡഡ് ബൈ 2. സോ ദിസ് ഈസ് ഈക്വൽ ടു, ഇതിനെങ്ങനെ എഴുതാം? PC പ്ലസ് PC മ്യൂ സ്ക്വയർ ഡിവൈഡഡ് ബൈ 2. അതിൽ ഈ ഫസ്റ്റ് ടേം ആണ് എന്ത്? ഫസ്റ്റ് ടേം ആണ് കരിയർ പവർ. സെക്കൻഡ് ടേം ആണ് എന്ത്? സെക്കൻഡ് ടേം ആണ് സൈഡ് ബാൻഡ് പവർ. ഓക്കെ, അപ്പോൾ ഇവർ പറയുന്നത് കരിയറിനെ സപ്രസ് ചെയ്തു. അപ്പോൾ നമ്മൾ ആദ്യം അയക്കാൻ വിചാരിച്ചിരുന്ന ടോട്ടൽ പവർ ആണ് ഇത്, PC പ്ലസ് PC മ്യൂ സ്ക്വയർ ബൈ 2. ഓക്കെ, ഈ PC പ്ലസ് PC മ്യൂ സ്ക്വയർ ബൈ 2ൽ രണ്ട് കാര്യങ്ങൾ അവർ കളയാണ്. അതായത് PC കരിയർ സെൻഡ് ചെയ്യുന്നില്ല, കരിയറിനെ സപ്രസ് ചെയ്യുന്നു. അപ്പോൾ PCനെ കുറയ്ക്കണേ. രണ്ടാമത് ഒരു സൈഡ് ബാൻഡിനെ കുറയ്ക്കണം അല്ലേ. കരിയർ ആൻഡ് വൺ ഓഫ് ദ സൈഡ് ബാൻഡ്സ് ആർ സപ്രസ്ഡ്. ടോട്ടൽ സൈഡ് ബാൻഡ് പവർ ആണ് എന്ത്? PC മ്യൂ സ്ക്വയർ ഡിവൈഡഡ് ബൈ 2. ദിസ് ഈസ് ദ സൈഡ് ബാൻഡ് പവർ. ടോട്ടൽ സൈഡ്, രണ്ട് സൈഡ് ബാൻഡ്സ് ആണ് ഉള്ളത്. സോ രണ്ട് സൈഡ് ബാൻഡ്സിൻ്റെയും പവർ ആണിത്. അങ്ങനെയാണെങ്കിൽ ഇതിൻ്റെ പകുതി ആയിരിക്കും എന്ത്? അപ്പർ സൈഡ് ബാൻഡിൻ്റെ പവർ. അത് തന്നെയായിരിക്കും ലോവർ സൈഡ് ബാൻഡിൻ്റെ പവർ അല്ലേ. PC മ്യൂ സ്ക്വയർ ബൈ 2ൻ്റെ പകുതി എത്രയാണ്? PC മ്യൂ സ്ക്വയർ ഡിവൈഡഡ് ബൈ 4. നമ്മുടെ ടോട്ടൽ പവർ എന്ന് പറയുന്നത് 3 ടേംസിൻ്റെ ആണ്. ഒന്ന് കരിയർ പവർ, ഒന്ന് അപ്പർ സൈഡ് ബാൻഡിൻ്റെ പവർ, വേറൊന്ന് ലോവർ സൈഡ് ബാൻഡിൻ്റെ പവർ. ഓക്കെ, ഇതിൽ ട്രാൻസ്മിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ആരെയൊക്കെ കട്ട് ചെയ്തു? കരിയറിനെയും കട്ട് ചെയ്തു, അപ്പർ സൈഡ് ബാൻഡിനെയും കട്ട് ചെയ്തു എന്ന് വിചാരിക്കുക. ലോവർ സൈഡ് ബാൻഡിനെ മാത്രം ട്രാൻസ്മിറ്റ് ചെയ്യുന്നു. തിരിച്ചായാലും കുഴപ്പമില്ല,
പവർ കരിയർ പിന്നെ കട്ട് ചെയ്ത് ലോവർ സൈഡ് ബാൻഡ് കട്ട് ചെയ്തു അപ്പർ സൈഡ് ബാൻഡ് മാത്രം ട്രാൻസ്മിറ്റ് ചെയ്തു അങ്ങനെയായാലും കുഴപ്പമില്ല കാരണം ലോവർ സൈഡ് ബാൻഡ് അപ്പർ സൈഡ് ബാൻഡ് പവർ സെയിം ആണ് അപ്പോൾ ശരിക്കും കട്ട് ചെയ്തത് ആരാ ഇവരല്ലേ കട്ട് ചെയ്തത് അപ്പോൾ ഇതല്ലേ പവർ സേവ്ഡ് സോ ഹിയർ പവർ സേവ്ഡ് ഈസ് ഈക്വൽ ടു പവർ സേവ്ഡ് എന്ന് പറയുന്നത് ആരൊക്കെയാണ് നമ്മൾ ഒഴിവാക്കിയത് കരിയറിനെയും ഒരു സൈഡ് ബാൻഡിനെയാണ് നമ്മൾ ഒഴിവാക്കിയത് എന്ന് വെച്ച് കഴിഞ്ഞാൽ കരിയർ പവർ പ്ലസ് സൈഡ് ബാൻഡ് പവർ എത്രയാ പി സി മ്യൂ സ്ക്വയർ ഒരു സൈഡ് ബാൻഡ് പവർ എത്രയാ പി സി മ്യൂ സ്ക്വയർ ബൈ 4 സോ ദിസ് ഈസ് ദ പവർ സേവ്ഡ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത് എന്താ പെർസെൻറ്റേജ് പവർ സേവ്ഡ് കാണാനുള്ള എക്സ്പ്രഷൻ ഞാൻ പറഞ്ഞു പെർസെൻറ്റേജ് പവർ സേവ്ഡ് ഈസ് ഈക്വൽ ടു പവർ സേവ്ഡ് ഡിവൈഡഡ് ബൈ ടോട്ടൽ പവർ ഇൻറ്റു 100 അപ്പോൾ ഇവിടുത്തെ കേസിൽ പവർ സേവ്ഡ് എത്രയാ പി സി പ്ലസ് പി സി മ്യൂ സ്ക്വയർ ബൈ 4 ടോട്ടൽ പവർ എത്രയാ പി സി ഇൻറ്റു 1 പ്ലസ് മ്യൂ സ്ക്വയർ ബൈ 2 ഇവിടുത്തെ കേസിൽ എന്തൊക്കെ കട്ട് ചെയ്തു പോകും മുകളിൽ വേണമെങ്കിൽ പി സി കോമൺ ആയിട്ട് എടുക്കാം പി സി ഇൻറ്റു 1 പ്ലസ് മ്യൂ സ്ക്വയർ ബൈ 4 ഡിവൈഡഡ് ബൈ അടിയിൽ എന്ത് വരും പി സി ഇൻറ്റു 1 പ്ലസ് മ്യൂ സ്ക്വയർ ബൈ 2 സോ പി സി കട്ട് ചെയ്തു പോകും ബാക്കി എന്താ ഉണ്ടാവുക ഒന്ന് സിംപ്ലിഫൈ ചെയ്ത് എഴുതി കഴിഞ്ഞ് കഴിഞ്ഞാൽ ദിസ് വിൽ ബിക്കം 4 പ്ലസ് മ്യൂ സ്ക്വയർ ഡിവൈഡഡ് ബൈ 2 ഇൻറ്റു 2 പ്ലസ് മ്യൂ സ്ക്വയർ നിങ്ങളൊന്ന് സിംപ്ലിഫൈ ചെയ്ത് നോക്കിയാൽ മതി സോ ദിസ് ഈസ് ദ പെർസെൻറ്റേജ് പവർ സേവ്ഡ് ഇൻറ്റു 100 ഓക്കെ ഇനി ഇതിൻ്റെ അകത്ത് ആകെ ഇനി അറിയാത്തത് മാത്രമേ ഉള്ളൂ മോഡുലേഷൻ ഇൻഡെക്സ് ഡെപ്ത് ഓഫ് മോഡുലേഷൻ 50% ആണെന്ന് ക്വസ്റ്റിൽ തന്നിട്ടുണ്ട് ഡെപ്ത് ഓഫ് മോഡുലേഷൻ തന്നിട്ടുണ്ടെങ്കിൽ പിന്നെ എന്താ പ്രശ്നം ഡെപ്ത് ഓഫ് മോഡുലേഷൻ തന്നിട്ടുണ്ടെങ്കിൽ മ്യൂവിൻ്റെ വാല്യൂ അതിലങ്ങ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി സോ ദ ഫൈനൽ ആൻസറിലേക്ക് വരികയാണ് നമ്മൾ പെർസെൻറ്റേജ് പവർ സേവ്ഡ് ഈസ് ഈക്വൽ ടു എന്താ എക്സ്പ്രഷൻ 4 പ്ലസ് മ്യൂ സ്ക്വയർ ഡിവൈഡഡ് ബൈ 2 ഇൻറ്റു ഈ എക്സ്പ്രഷൻസ് ഒക്കെ അങ്ങ് ഓർത്ത് പഠിച്ചു വെച്ചോ ഒക്കെ ആവശ്യം വരും ഇൻറ്റു 100 we have given the mu value is equal to 0.5 50% മോഡുലേഷൻ ആണെന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഈ മ്യൂവിന് 0.5 ഇട്ട് കൊടുക്കുക ഏതാണ്ട് 94.4% ആണ് ആൻസർ വരിക അപ്പോൾ ശരിക്കും ഇവിടുന്ന് മനസ്സിലാക്കേണ്ട കൺക്ലൂഷൻസ് ഞാൻ പറയാം ഓക്കെ അപ്പോൾ ഇതൊരു വെറുതെ ഒരു ക്വസ്റ്റ്യൻ ആയിട്ട് കൺസിഡർ ചെയ്യേണ്ട ഇത് ഒരു ജനറൽ കാര്യം സ്റ്റേറ്റ്മെൻ്റ് ആയിട്ട് നമ്മൾ ഇതിൻ്റെ അകത്ത് കുറച്ച് കാര്യങ്ങൾ പഠിക്കാനുണ്ട് അതായത് നമ്മളെ മൊത്തം എ എം സ്കീം ഉണ്ടല്ലോ മൊത്തം എ എം സ്കീമിൻ്റെ പ്രത്യേകത എന്താ മൊത്തം എ എം സ്കീം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ എന്തൊക്കെ ഉണ്ടാവും മൊത്തം എ എം സ്കീം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കരിയർ ഉണ്ടാവും ഒരു അപ്പർ സൈഡ് ബാൻഡ് ഉണ്ടാവും ഒരു ലോവർ സൈഡ് ബാൻഡ് ഉണ്ടാവും ഓക്കെ നമുക്ക് ഓൾറെഡി അറിയാം ഇത് ട്രാൻസ്മിറ്റ് ചെയ്യാൻ ഈ 3 എണ്ണം ട്രാൻസ്മിറ്റ് ചെയ്യാനുള്ള പവർ ആവശ്യമാണ് നമ്മൾ ഇതിൽ ഈ എ എം സ്കീമിൽ ഇഫ് കരിയർ ഈസ് സപ്രസ്ഡ് കരിയറിനെ നമ്മൾ ട്രാൻസ്മിറ്റ് ചെയ്യുന്നില്ല എന്ന് വിചാരിക്കുക കരിയർ ശരിക്കും ട്രാൻസ്മിറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല കരിയർ സപ്രസ് ചെയ്യാം കരിയർ സപ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന സ്കീമിനെയാണ് ഡബിൾ സൈഡ് ബാൻഡ് സപ്രസ്ഡ് കരിയർ എന്ന് പറയാം ഇനി എ എം സ്കീം അപ്പോൾ ഡബിൾ സൈഡ് ബാൻഡ് സപ്രസ്ഡ് കരിയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തൊക്കെ ഉണ്ടാവുള്ളൂ ഒരു അപ്പർ സൈഡ് ബാൻഡ് ഉണ്ടാവും ഒരു ലോവർ സൈഡ് ബാൻഡ് ഉണ്ടാവും കരിയർ ഉണ്ടാവില്ല ഇനി രണ്ടാമതൊരു കണ്ടീഷൻ ഇഫ് കരിയർ ആൻഡ് 1 സൈഡ് ബാൻഡ് സപ്രസ്ഡ് ഏതെങ്കിലും ഒന്നുകിൽ അപ്പർ സൈഡ് ബാൻഡ് അല്ലെങ്കിൽ ലോവർ സൈഡ് ബാൻഡ് അങ്ങനെ കിട്ടുന്ന സ്കീമിനെയാണ് നമ്മൾ ജനറലി SSB SC എന്ന് പറയാം എന്താണ് SSB SC ഇതിൻ്റെ അകത്ത് എന്തേ ഉണ്ടാവുള്ളൂ ഒന്നുകിൽ അപ്പർ സൈഡ് ബാൻഡ് ഉണ്ടാവും അല്ലെങ്കിൽ ലോവർ സൈഡ് ബാൻഡ് ഉണ്ടാവും DSB SCൻ്റെ ഫുൾ ഫോം ആണ് എന്ത് ഡബിൾ സൈഡ് ബാൻഡ് സപ്രസ്ഡ് കരിയർ പേര് പോലെ തന്നെ 2 സൈഡ് ബാൻഡ് ഉണ്ടാവും പക്ഷേ കരിയറിനെ സപ്രസ് ചെയ്തിട്ടുണ്ടാവും SSB SCയുടെ പേരാണെന്ത് സിംഗിൾ സൈഡ് ബാൻഡ് സപ്രസ്ഡ് കരിയർ എന്ന് വെച്ച് കഴിഞ്ഞാൽ 2 സൈഡ് ബാൻഡിൽ ഒറ്റ സൈഡ് ബാൻഡേ ഉണ്ടാവുള്ളൂ കരിയറും ഉണ്ടാവില്ല സപ്രസ്ഡ് കരിയർ ഓക്കെ ഇതാണ് ബാക്കി വരുന്ന 2 AMൻ്റെ 2 സ്കീംസ് ഓക്കെ ഇനി പവർ സേവ്ഡിൻ്റെ കാര്യം പറഞ്ഞില്ലേ പവർ സേവ്ഡിൻ്റെ കാര്യത്തിൽ നമ്മൾ ക്വസ്റ്റ്യനിൽ ഇപ്പോൾ പറഞ്ഞു ഫസ്റ്റ് നമ്മളിപ്പോൾ വർക്കൗട്ട് ചെയ്ത ക്വസ്റ്റ്യൻ ഏതാ ടോട്ടൽ AMൽ ഒരു കരിയറും ഒരു സൈഡ് ബാൻഡും സപ്രസ് ചെയ്തു അങ്ങനെയാകുമ്പോൾ ശരിക്കും കൺവേർഷൻ നടന്നത് എവിടെ നിന്ന് എങ്ങോട്ടേക്കാണ് നമ്മൾ AMനെ എടുത്തിട്ട് എങ്ങോട്ടേക്കാണ് കൺവേർട്ട് ചെയ്തത് SSB SCയിലേക്കാണ് കൺവേർട്ട് ചെയ്തത് അപ്പോൾ AMനെ SSB SCയിലേക്ക് കൺവേർട്ട് ചെയ്യുമ്പോൾ പെർസെൻറ്റേജ് പവർ സേവ്ഡ് അതാണ് നമുക്ക് നേരത്തെ കിട്ടിയ എക്സ്പ്രഷൻ 4 പ്ലസ് മ്യൂ സ്ക്വയർ ഡിവൈഡഡ് ബൈ 2 ഇൻറ്റു 2 പ്ലസ് മ്യൂ സ്ക്വയർ ഇനിയും കൺവേർഷൻസ് ഉണ്ടല്ലോ നമുക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം നമുക്ക് വേണമെങ്കിൽ ഒരു ചേഞ്ചിന് എന്ത് ചെയ്യാം AMനെ DSBയിലേക്ക് കൺവേർട്ട് ചെയ്യാം AMനെ എങ്ങോട്ട് കൺവേർട്ട് ചെയ്യാം DSB SCയിലേക്ക് കൺവേർട്ട് ചെയ്യാം ഡബിൾ സൈഡ് ബാൻഡ് സപ്രസ്ഡ് കരിയറിലേക്ക് കൺവേർട്ട് ചെയ്യാം അപ്പോൾ AMലുള്ളത് PC എന്താണ് AMലുള്ള ടോട്ടൽ പവർ എത്രയാ PC ഇൻറ്റു PC മ്യൂ സ്ക്വയർ ഡിവൈഡഡ് ബൈ 2
DSBSE യിലുള്ള ടോട്ടൽ പവർ എത്രയാ? PC mu square by 2. കാരണം കരിയറിനെ എന്ത് ചെയ്യുന്നില്ല? കരിയറിനെ ട്രാൻസ്മിറ്റ് ചെയ്യുന്നില്ല DSBSE. So this is the total power for AM. This is the total power for DSBSE. So what is the power saved? DSBSE സെൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ആരെ ട്രാൻസ്മിറ്റ് ചെയ്യുന്നില്ല? ഈ കരിയർ പവർ യൂസ് ചെയ്യുന്നില്ല. അപ്പോൾ അത് തന്നെയല്ലേ പവർ സേവ്ഡ്. അപ്പോൾ പെർസെൻറ്റേജ് പവർ സേവ്ഡ് എന്തായിരിക്കും? പെർസെൻറ്റേജ് പവർ സേവ്ഡ് ഈസ് ഈക്വൽ ടു എത്രയാണ് പവർ സേവ് ചെയ്തത്? കരിയറിൻ്റെ പവർ. എത്രയാണ് ടോട്ടൽ പവർ? ഏതാണ് ആദ്യം ഉപയോഗിച്ചിരുന്ന സ്കീം? AM. സോ AMൻ്റെ ടോട്ടൽ പവർ എത്ര? PC into 1 plus mu square divided by 2. So PC will be cancelled and percentage of power saved will be 2 divided by 2 plus mu square into 100%. This is for conversion from AM to DSBSE. This is for conversion from AM to SSBSE. ഇനി ഒരൊറ്റ കൺവേർഷനും കൂടെ പറയാം. If we are converting DSB to SSB, ഡബിൾ സൈഡ് ബാൻഡ് സപ്രസ്ഡ് കരിയറിനെ സിംഗിൾ സൈഡ് ബാൻഡ് സപ്രസ്ഡ് കരിയർ ആക്കുക എന്ന് വിചാരിക്കാം. അങ്ങനെയാണെങ്കിൽ പെർസെൻറ്റേജ് പവർ സേവ്ഡ് എത്രയായിരിക്കും? ഡബിൾ സൈഡ് ബാൻഡ് സപ്രസ്ഡ് കരിയറിലുള്ള പവർ എന്ന് പറഞ്ഞാൽ PC mu square by 2 ആണ്. സിംഗിൾ സൈഡ് ബാൻഡിൽ സപ്രസ്ഡ് കരിയറിലുള്ള പവർ എന്ന് പറഞ്ഞാൽ PC mu square by 4 ആണ്. കാരണം ഇതിന്റെ പകുതി മതി സിംഗിൾ സൈഡ് ബാൻഡിൽ. കാരണം രണ്ട് സൈഡ് ബാൻഡിനെ ട്രാൻസ്മിറ്റ് ചെയ്യേണ്ട. സോ പവർ സേവ്ഡ് എത്രയാ? പവർ സേവ്ഡ് എന്ന് പറയുന്നത് പകുതി പവർ മതി. PC mu square by 4 യൂസ് ചെയ്യുന്നുള്ളൂ. അപ്പോൾ PC mu square by 4 പവർ സേവ് ചെയ്യുന്നു. ഡിവൈഡഡ് ബൈ ടോട്ടൽ പവർ എത്രയാ? ഇവിടുത്തെ ടോട്ടൽ പവർ നമ്മൾ എവിടെ നിന്ന് അങ്ങോട്ടേക്ക് കൺവേർട്ട് ചെയ്യുന്നത്? DSBനെ SSBയിലേക്ക്. അപ്പോൾ DSBക്ക് എത്ര ടോട്ടൽ പവർ എടുത്തു? അതാണ് ടോട്ടൽ പവർ ആയിട്ട് എടുക്കേണ്ടത്. സോ PC mu square by 2. സോ ദിസ് വി വിൽ ഗെറ്റ് ഇറ്റ് ആസ് 50%. കാരണം ഒന്നിൽ രണ്ട് സൈഡ് ബാൻഡ് വിടുന്നു, രണ്ട് സൈഡ് ബാൻഡിന് ഒരേ പവർ. രണ്ടാമത്തെ സ്കീമിൽ ഒരൊറ്റ സൈഡ് ബാൻഡിനെ വിടുന്നുള്ളൂ. അപ്പോൾ എത്ര പെർസെൻറ്റേജ് പവർ സേവ് ചെയ്തു? 50% പവർ സേവ് ചെയ്തു. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ ഈ ക്വസ്റ്റ്യനുമായിട്ട് അസോസിയേറ്റ് ചെയ്തിട്ട് ഒന്ന് ഓർത്തിരിക്കുക. അപ്പോൾ ഇങ്ങനെയാണ് പെർസെൻറ്റേജ് പവർ സേവ്ഡ് ക്വസ്റ്റ്യൻസ് ചോദിച്ചു കഴിഞ്ഞാൽ വർക്കൗട്ട് ചെയ്യാം. ഓക്കെ, ക്ലിയർ ആണല്ലോ?